ഒരു 3 സവാള കട്ട് ചെയ്ത് പാനിലേക്ക് ഇടുക. അതിലേക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞത് ഇടുക. വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി വയ്ക്കുക. ചിക്കൻ കട്ട് ചെയ്ത് അതൊന്ന് വേവിച്ച് ഇത്തിരി ഉപ്പും കുരുമുളകും ഇട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ് എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് സവാളയിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. കുഴക്കണ്ട, സവാളയിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇതപ്പോൾ മാറ്റി ഇതുപോലെ എടുത്തിട്ട് അതിലേക്ക് ഒരു 5-6 ചെറിയ ഉരുളക്കിഴങ്ങ്, ഒരു 4 ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഒന്ന് പൊടിച്ച് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടുക. അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഒരു 2 ബ്രെഡ് എടുത്ത് പൊടിച്ച് ഇതുപോലെ വയ്ക്കുക. കുറച്ച് മൈദ എടുക്കുക, അതിൻ്റെ അകത്തേക്ക് 1 സ്പൂൺ കോൺഫ്ലവർ ഇടുക, കുറച്ച് ഉപ്പിടുക, അതിന് ശേഷം കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് അത് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചതൊന്ന് ഒരു ബാറ്ററാക്കി റെഡിയാക്കി വയ്ക്കുക. ഇതേപോലെ. അതിന് ശേഷം നമ്മളുടെ ഈ ചിക്കനും ഉരുളക്കിഴങ്ങും കൂടി ഉള്ളതൊന്ന് ഉരുട്ടി നല്ല പാകത്തിന് നല്ല ഷേപ്പാക്കി ഉരുട്ടി വെച്ചതിന് ശേഷം ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ആ സ്റ്റിക്ക് എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഇങ്ങനെ കുത്തി വയ്ക്കുക, നല്ല പാകത്തിന് കുത്തി വയ്ക്കുക. അപ്പോൾ ചിക്കനും നമ്മുടെ ഉരുളക്കിഴങ്ങും നല്ല കുരുമുളകൊക്കെ ഇട്ട് മസാലയൊക്കെ കൂടി മിക്സ് ചെയ്ത് അത് ഇതുപോലെ ഉരുട്ടി നല്ല ഭംഗിയായിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം എല്ലാം ഒരു 7 കണ്ടുള്ളൂ. അത് വെച്ചതിന് ശേഷം നമ്മൾ ഈ ബാറ്ററിൽ മുക്കുക. ഈ ബാറ്റർ എന്ന് പറയുന്നത് നമ്മുടെ കോൺഫ്ലോർ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് മൈദയും കൂടിയാണ്. പിന്നെ ഈ ബ്രെഡിൻ്റെ ക്രംസിൽ മുക്കിയിട്ട് നമ്മളൊരു സൈഡിൽ വയ്ക്കുക. അങ്ങനെ അതെല്ലാം ഇതുപോലെ ബ്രെഡ് ക്രംസിൽ മുക്കി അത് വെച്ചതിന് ശേഷം മുട്ട നമ്മൾ ചേർത്തിട്ടില്ല. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ എണ്ണ ഒഴിക്കുക. അപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് എണ്ണ കഴിക്കാൻ പാടില്ലാത്ത ആൾക്കാരാണ്, കൊളസ്ട്രോളും ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചത് ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എല്ലാ ഭാഗം മൊരിച്ച് വേഗം എടുക്കുക. ഇതിൻ്റെ ഈ പിടിയിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ പിടിക്കുക. കൈ ചൂടാവണം, ചട്ടി ഭയങ്കര ചൂടാണതുകൊണ്ട് കൈ ഭയങ്കരമായിട്ട് ചൂടാവണതുകൊണ്ട് നമുക്ക് കൈ പൊള്ളും. അങ്ങനെ എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് ഇതെല്ലാം നല്ല മൊരിച്ച് പാകത്തിനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ചൂടാണ്, അപ്പോൾ അതുകൊണ്ടാണ്. അത് വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്, സൂപ്പർ ടേസ്റ്റാണ്. നമ്മളുടെ കട്ട്ലേറ്റൊക്കെ പോലെ തന്നെ. പക്ഷേ കട്ട്ലേറ്റിൽ നമ്മൾ മുട്ടയുടെ വെള്ളയൊക്കെ ചേർക്കും, ഇതൊന്നുമില്ല. നല്ലോണം മൊരിഞ്ഞ നല്ല ടേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചായക്കോ ഇടനേരത്തൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ലൈക്കൊന്നും തരാതിരിക്കേണ്ട. അപ്പോൾ ഒരു നേരമൊക്കെ നമുക്കൊരു ചിക്കനോ അല്ലെങ്കിൽ ബീഫോ ഇതുപോലെയൊക്കെ വെച്ച് നമുക്ക് കട്ട്ലേറ്റ് മോഡൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്കൊരു വെറൈറ്റിയുമാണ്, നമുക്ക് കാണാനും ഒരു ഭംഗിയാണ്, കഴിക്കാനും ഭംഗിയാണ്, കഴിക്കാനും ടേസ്റ്റാണ്.